നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം ദീപികയാണ്. ദീപികയിൽ നിന്ന് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഭരണഘടനയുടെ ആമുഖം മതേതരത്വം, സോഷ്യലിസം. ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും ഒഴിവാക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഇന്ന് ഭരണഘടനാ ദിനം. ഭരണഘടന സംരക്ഷിക്കേണ്ടത് ജനങ്ങൾ. ഭരണഘടനാ വാർഷികം. പ്രതിപക്ഷ നേതാക്കളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം ആമുഖത്തിനും ബാധകമാണെന്ന് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം, സോഷ്യലിസം എന്നീ പദങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭേദഗതി നടന്നിട്ട് ഏകദേശം 44 വർഷങ്ങൾക്ക് ശേഷം അതിനെ വെല്ലുവിളിക്കുന്നതിൽ ന്യായീകരണമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ച് നിരീക്ഷിച്ചു. 1976 പാസ്സാക്കിയ 42ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം റിട്ട് ഹർജികളിൽ വിധി പറയാൻ കഴിഞ്ഞ 22-ന് കോടതി മാറ്റിവെച്ചിരുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഭരണഘടനാ വാർഷികം പ്രതിപക്ഷ നേതാക്കളെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധമാണ്. ഭരണഘടന അംഗീകരിച്ചതിൻ്റെ 75ാം വാർഷിക ദിനമായ ഇന്ന് പാർലമെൻറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ക്ഷണമില്ലാത്തതിൽ പ്രതിഷേധം. ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്നതിൽ നിന്ന് രാഹുലിനെയും ഖാർഗെയെയും ഒഴിവാക്കിയ നടപടിക്കെതിരെ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തെഴുതി. തീർത്തും തെറ്റായ ഒരു പ്രവണതയാണത്. ഇന്ത്യൻ ഭരണഘടനയുടെ വാർഷികം പാർലമെൻറ്റിൽ ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ വിളിക്കേണ്ട ആവശ്യകതയുണ്ട്. അത് ഒരു പ്രതിപക്ഷ ബഹുമാനമാണ്, അല്ലെങ്കിൽ അവർക്ക് അതിൽ അവകാശപ്പെട്ടൊരു കാര്യമാണ്. അതിൽ രാഷ്ട്രീയം കാണുന്ന ഒരു രീതി തീർത്തും തെറ്റായൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അദാനിയിൽ സ്തംഭിച്ച് ആദ്യ ദിനം. അദാനി വിഷയത്തിൽ പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം ലോക്സഭയും രാജ്യസഭയും പൂർണ്ണമായും സ്തംഭിച്ചു. പഴയ പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിൽ നിന്ന് നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷം പ്രമാണിച്ച് ഇന്ന് ഇരുസഭകൾക്കും അവധി നൽകിയതിനാൽ നാളെ രാവിലെയാകും ഇനി പാർലമെൻറ്റ് സമ്മേളിക്കുക. അദാനി ഗ്രൂപ്പിൻ്റെ അഴിമതി, കൈക്കൂലി, സാമ്പത്തിക ക്രമക്കേടുകൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നലെ രാവിലെ ചേർന്നയുടൻ പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടു. അദാനിക്കെതിരെ അമേരിക്കൻ കോടതി കേസെടുത്തത് സഭയിൽ ചർച്ചാ വിഷയമാവുകയും അത് സ്തംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഭരണഘടനയുടെ ആഘോഷമായതിനാൽ നാളെ ആയിരിക്കും സഭ കൂടുകയും ബാക്കി കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകുകയും ചെയ്യുക. വന്യജീവി ആക്രമണം നഷ്ടപരിഹാരം 10 ലക്ഷമാക്കി ഉയർത്തിയെന്ന് കേന്ദ്രം. വന്യജീവി ആക്രമണത്തിൽ മരണം സംഭവിച്ചാൽ നൽകുന്ന ധനസഹായം 10 ലക്ഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കുന്നതെന്നും ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എത്രയും വേഗം ആ തുക എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള കേരളത്തിലെ ജില്ലകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സജീവമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളാണ് വയനാടിനെ ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള സഹായം വലിയ തോതിൽ ഗുണകരമാകും. അത് എത്രയും വേഗം നടപ്പാക്കി കൊടുക്കുക. അവർ പ്രഖ്യാപിക്കുന്നതിലല്ല, എത്രയും വേഗം അവരുടെ കൈകളിലേക്ക് തുക എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇ പി ജയരാജൻ്റെ ആത്മകഥ രേഖാമൂലമുള്ള കരാർ ഇല്ലായിരുന്നു DC ബുക്സ്. CPM നേതാവ് ഇ പി ജയരാജൻ്റെ ആത്മകഥ അച്ചടിക്കുന്നതിന് DC ബുക്സുമായി രേഖാമൂലമുള്ള കരാർ ഉണ്ടായിരുന്നില്ലെന്ന് CEO രവി DC കോട്ടയം DYSP KG അനീഷിന് മൊഴി നൽകി. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് CNG വില കൂട്ടി. ഡൽഹിയിൽ കൂടില്ല. ഡൽഹിയിൽ ഉടനെ തെരഞ്ഞെടുപ്പ് കാണുമല്ലോ. മാവേലി നാട് എന്ന ദീപികയുടെ കാർട്ടൂൺ പരമ്പരയിലെ കാർട്ടൂണാണത്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ CNGയുടെ വില കൂടിയതുമായി ബന്ധപ്പെട്ട ഒരു പരിഹാസ്യപരമായ കാർട്ടൂൺ. ഡൽഹിയിൽ തിരഞ്ഞെടുപ്പുള്ളതുകൊണ്ട് ഡൽഹിയിൽ ഇപ്പോഴേത് ഉണ്ടാവില്ല എന്നാണ് കാർട്ടൂണിൽ പറയുന്നത്. വയനാട് ദുരന്തം കേന്ദ്ര സർക്കാർ പാക്കേജ് സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലുള്ള കേന്ദ്ര സർക്കാർ പാക്കേജ് സമയബന്ധിതമായി അംഗീകരിച്ച് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസിനെ അറിയിച്ചു. എന്തായാലും അത് എത്രയും വേഗം നടപ്പാകട്ടെ. സാധാരണക്കാരായ ജനങ്ങൾ വലിയ ദുരിതത്തിൽ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് ഈ സഹായം വലിയ ഗുണകരമാകും. അത് എത്രയും വേഗം നടപ്പാക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കട്ടെ. അടുത്തത് മാധ്യമമാണ്. മാധ്യമം മസ്ജിദ് സർവേക്കിടെ വെടിവെപ്പ്, മരണം 5ആയി. സംഭലിൽ പോലീസ് വേട്ട എന്നുള്ളതാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് കസ്റ്റഡിയിൽ. MP-ക്കും MLA-ക്കും മകനുമെതിരെ കേസ്. 25 പേർ അറസ്റ്റിൽ. സംഭൽ വിഷയവും അദാനി വിഷയം കൊണ്ട് ഇന്നലെ പാർലമെന്റ് സ്തംഭിച്ചതും മാധ്യമം എടുത്തു പറയുന്നുണ്ട്. സോഷ്യലിസവും മതേതരത്വവും നീക്കാനാവില്ല എന്ന് സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് പറഞ്ഞ കാര്യം വ്യക്തമായി പറയുന്നു മാധ്യമത്തിൽ. CNG 2 രൂപ കൂട്ടിയത് ഇടത് ഭാഗത്ത് ചെറിയൊരു വാർത്തയെ മാത്രം മാധ്യമം നൽകിയിട്ടുണ്ട്. ചേവായൂർ സഹകരണ ബാങ്ക് ഭരണസമിതിക്ക് നയപരമായ തീരുമാനമെടുക്കാം. ഇടക്കാല ആവശ്യം ഹൈക്കോടതി തള്ളിയത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജിയിൽ.
ചേവായൂർ സഹകരണ ബാങ്ക് ഭരണസമിതിയെ നയപരമായ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന ആവശ്യം അനുവദിക്കാതെ ഹൈക്കോടതി. വ്യാപക ക്രമക്കേട് അരങ്ങിയതിനാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നടക്കം ആവശ്യം ഉന്നയിച്ച് നൽകിയ ഹർജിയിലെ ഇടക്കാല ആവശ്യമാണ് ജസ്റ്റിസ് എൻ നഗരേഷ് തള്ളിയത്. BJP-യിൽ പൊട്ടിത്തെറി. പാലക്കാട്ടെ പരാജയത്തെ തുടർന്നുകൊണ്ട് സുരേന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP-യിലെ ചില നേതാക്കന്മാരും പ്രവർത്തകരും രംഗത്തെത്തിയ സാഹചര്യത്തിൽ ചിലർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക വരെയുണ്ടായി. ആ വിഷയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കെ സുരേന്ദ്രൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി മാറിയേക്കുമെന്ന വാർത്തകൾ വരുന്നു. അതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര നേതൃത്വം മാറണ്ട എന്ന് പറയുന്നു. ആ വാർത്തയാണ് BJP-യിൽ പൊട്ടിത്തെറിയെന്ന തലക്കെട്ടോടുകൂടി മാധ്യമം നൽകിയിട്ടുള്ളത്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദി ഇടത് ഭാഗത്ത് അംബേദ്കറിൻ്റെ ചിത്രവും വലതു ഭാഗത്ത് ഭരണഘടനയുടെ ചിത്രവും നൽകിയിരിക്കുന്നു. ഭരണഘടനയ്ക്ക് ഇന്ന് പ്ലാറ്റിനം ജൂബിലി എന്ന പത്രത്തിൻ്റെ തലക്കെട്ടിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. പാലക്കാട് പ്രഹരത്തിൽ ഉലഞ്ഞ് BJP, കെ സുരേന്ദ്രനെ തൽക്കാലം മാറ്റില്ല, അമ്പരന്ന് കേന്ദ്ര നേതൃത്വം. ആ വാർത്തയ്ക്കാണ് കേരള കൗമുദി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പെർത്തിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. ബോർഡൻ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ 295 റൺസിൻ്റെ റെക്കോർഡ് ജയം നേടി ഇന്ത്യ ഉയർത്തിയ 534 റൺസിൻ്റെ ലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 4-ാം ദിനം 2-ാം ഇന്നിംഗ്സിൽ 238 റൺസിന് ഓൾ ഔട്ടായി. മഹാരാഷ്ട്ര ചർച്ച നീളുന്നു. ഫട്നാവിസിന് മുൻതൂക്കം. നിയമസഭയുടെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കുവാനുള്ള നിർണായക ചർച്ചകൾ നീളുന്നു. 132 സീറ്റ് നേടി ഏറ്റവും വലിയ കക്ഷിയായ BJP ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കാനാണ് സൂചന. അതേസമയം ശിവസേന നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെയെ വിലപേശൽ തുടരുന്നതിനാൽ 2.5 വർഷം കഴിഞ്ഞ് അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകിയേക്കും. ഒറ്റക്കൺ കാഴ്ചയിൽ ഉലകം ചുറ്റാൻ അനീഷ്. 25-ാം വയസ്സിൽ ഇടത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട 50-കാരൻ ബൈക്കിൽ ഉലകം ചുറ്റി ശ്രദ്ധേയനാവുന്നു. കോട്ടയം ചുങ്കം സ്വദേശി അനീഷ് കെ കുര്യനാണ് ഹോണ്ട ഹൈനസ് ബൈക്കിൽ നാട് ചുറ്റുന്നത്. ബൈക്കിൽ 78 ദിവസം 14,228 കിലോമീറ്റർ സഞ്ചരിച്ചു. കണ്ണൂരിൽ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 1 കോടിയും 300 പവനും കവർന്നു. വളപട്ടണത്ത് അരിവ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 300 പവനിലധികം വരുന്ന സ്വർണം, വജ്രാഭരണങ്ങളും 1 കോടി രൂപ കവരുകയും ചെയ്തു. 3 പേരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന നിഗമനത്തിൽ അവർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു മോഷണം. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ താൻ നിൽക്കണോ പോണോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ, കെ സുരേന്ദ്രൻ. അയ്യോ അച്ഛ പോകല്ലേ എന്ന കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് തലക്കെട്ട്. മലയാള മനോരമയുടെ ആദ്യ പേജ് ഇന്ത്യൻ ഭരണഘടനയുടെ ചിത്രം നൽകുന്നതിന് താഴെ ഇന്ത്യയുടെ നട്ടലിന് 75 വർഷം എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ആരും നൽകിയിട്ടില്ലാത്തൊരു വാർത്തയാണ് മലയാള മനോരമ ഇന്ന് ഫ്രണ്ട് പേജിൽ കാര്യമായി നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. കുട്ടിയല്ലേ ഓർക്കണ്ടേ എന്നുള്ളതാണ് തലക്കെട്ട്. തിരുവനന്തപുരം ജില്ലാ സ്കൂൾ കലോത്സവ വേദിയായ നെയ്യാറ്റിങ്കര ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ നിന്നാണ് ഈ പേടിപ്പിക്കുന്ന കാഴ്ച. +2 വിദ്യാർത്ഥിയാണ് കൊടിമരത്തിൻ്റെ മുകളിൽ. കലോത്സവ പതാക കെട്ടാനുള്ള കയർ കോർക്കാൻ കൊടിമരത്തിൽ കയറാൻ കഴിയുന്ന ആളെ തിരഞ്ഞപ്പോഴാണ് 17-കാരനായ വിദ്യാർത്ഥി മുന്നോട്ട് വന്നത്. അപകട സാധ്യത മുൻനിർത്തി കുട്ടിയെ തടയാനുള്ള ജാഗ്രത സംഘടകരോ ജനപ്രതികളോ കാണിച്ചില്ല. 30 അടി കൊടിമരത്തിൻ്റെ ഉയരം, താഴെ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം, തുറസായ സ്ഥലം, സുരക്ഷാ സംവിധാനമൊന്നുമില്ല. ഇടയ്ക്ക് വിദ്യാർത്ഥിയുടെ ഭാരം താങ്ങാനാകാതെ കൊടിമരം വളയുമെന്ന ഘട്ടമെത്തിയപ്പോൾ അധ്യാപകർ താങ്ങി നിർത്തി. 10 മിനിറ്റിലേറെ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി ഒടുവിൽ സുരക്ഷിതനായി താഴെ ഇറങ്ങി. ഭാഗ്യം എന്നുള്ളതാണ് തലക്കെട്ട്. ഭരണഘടന ആവർത്തിച്ചുറപ്പിച്ച് സുപ്രീം കോടതി. ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്. മതനിരപേക്ഷം, സോഷ്യലിസ്റ്റ് എന്നീ വിഷയങ്ങൾ നീക്കണമെന്ന ഹർജികൾ തള്ളി. മതനിരപേക്ഷത ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തോടെ ഇഴചേർക്കപ്പെട്ടെന്ന കോടതി. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മലയാള മനോരമ നൽകിയിട്ടുള്ളത്. പെർത്തിൽ വിജയം പിറന്നു. ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ വിജയിച്ച വാർത്തയ്ക്ക് വലത് ഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നു മനോരമ. സമ്പൽ വെടിവെപ്പ് മരണം 5 എന്ന വാർത്തയ്ക്കിടമുണ്ട് മനോരമയിൽ. പോലീസ് വെടിവെക്കുന്നത് കണ്ടെന്ന് പറഞ്ഞ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റിനെ കസ്റ്റഡിയിലെടുത്തു. MPയെയും MLAയും പ്രതി ചേർത്ത കേസ്. അദാനി മണിപ്പൂർ വിഷയത്തിൽ തർക്കം. സ്തംഭിച്ച പാർലമെന്റ് ശീതകാല സമ്മേളനം. ജനം തിരസ്കരിച്ച ചിലർ തുടർച്ചയായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. പുത്തൻ ആശയങ്ങളുമായി വരുന്ന ഊർജ്ജസ്വലരായ MPമാരെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണിത്. ജനം ഇതെല്ലാം തിരിച്ചറിഞ്ഞ് അവസരം വരുമ്പോഴെല്ലാം അവർക്ക് ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വലതു ഭാഗത്തൊരു കോളത്തിൽ പ്രധാനമായി നൽകുന്നു മനോരമ. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഉദ്യോഗസ്ഥർ ജനങ്ങളെ നടത്തിക്കരുതെന്ന മുഖ്യമന്ത്രി. നെട്ടോട്ടമാണ് നാട്ടുനടപ്പ് എന്നുള്ളതാണ് തലക്കെട്ട്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം കസേര ഉറപ്പിച്ച ഫട്നാവിസ് ഷിൻഡയെ പിണക്കില്ല എന്നുള്ളതാണ് തലക്കെട്ട്. ഷിൻഡയ്ക്ക് 2.5 വർഷം കഴിയുമ്പോൾ നൽകുമെന്ന ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് BJP എന്ന് വാർത്ത വരുന്നു. അടുത്ത ജന്മഭൂമിയാണ്. ജനങ്ങളെ തള്ളിയവർ പാർലമെന്റിനെ അപമാനിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ വാചകത്തിന്റെ പ്രാധാന്യം ഏറെ നൽകിക്കൊണ്ട് ജന്മഭൂമി ആ വാർത്തയ്ക്ക് ഇടം നൽകുന്നു.
സമ്പൽ സംഘർഷം മരണം 5,800 പേർക്കെതിരെ കേസെടുത്തു എന്നുള്ള വാർത്ത വലതു ഭാഗത്ത്. വഖഫ് ഭീകരതയ്ക്കെതിരെ മുസ്ലിങ്ങളും കുന്ദർക്കിയിലെ BJP വിജയത്തിൽ നടുക്കി പ്രതിപക്ഷം എന്ന വാർത്ത. ശീതകാല സമ്മേളനത്തിൽ വഖഫ് ബില്ല് പാസ്സാക്കാൻ ഒരുങ്ങുന്ന കേന്ദ്ര സർക്കാരിനും BJPക്കും വലിയ ആത്മവിശ്വാസം നൽകി UPയിലെ കുന്ദർക്കി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജയം. 3 പതിറ്റാണ്ടായി സമാജ്വാദി പാർട്ടിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ച 82% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിലെ BJP വിജയം 1.45 ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിലാണ്. ഭരണഘടനയ്ക്ക് 75 വർഷം ആഘോഷങ്ങൾ ഇന്ന് തുടങ്ങും. നവവാസികളുടെ വീടുകൾ വനം വകുപ്പ് പൊളിച്ചു, പ്രതിഷേധം ശക്തം. വളപട്ടണത്ത് വൻ കവർച്ച, 1 കോടിയും 300 പവനും കവർന്നു. മറ്റ് പത്രങ്ങളിലുള്ള വാർത്തകൾ തന്നെ. ജന്മഭൂമിയും മാധ്യമവേദിയിൽ അതിനെല്ലാം ഇടം നൽകിയിട്ടുണ്ട്. അടുത്തത് മാതൃഭൂമി. മതേതരത്വം സോഷ്യലിസം നമ്മൾ തുടരും എന്ന തലക്കെട്ടോടുകൂടി സുപ്രീം കോടതി ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയ വാർത്തയ്ക്ക് ഇടം നൽകുന്നു മാതൃഭൂമി. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപവൽക്കരിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തു എന്ന ആമുഖത്തിലെ വരിയിലാണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപവൽക്കരിക്കാൻ എന്ന് മാറ്റിയത്. 1976 കൊണ്ടുവന്ന ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം നൽകാനാവില്ലെന്ന് വാദം സുപ്രീം കോടതി തള്ളി. അങ്ങനെയെങ്കിൽ എല്ലാ ഭേദഗതികളെയും അത് തുല്യമായി ബാധിക്കുമെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റിന്റെ കാലാവധി അവസാനിച്ച ശേഷമാണ് 42ാം ഭേദഗതി കൊണ്ടുവന്നതിനാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു മറ്റൊരു വാദം. ഇക്കാര്യം 78-ൽ 45ാം ഭേദഗതി കൊണ്ടുവരുമ്പോൾ പാർലമെന്റ് ചർച്ച ചെയ്തിരുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സോഷ്യലിസ്റ്റ് ചേർക്കുക വഴി സർക്കാരിന് ഇഷ്ടമുള്ള സാമ്പത്തിക നയം നടപ്പാക്കുന്നതിന് നിയന്ത്രണമുണ്ടാകുമെന്ന വാദത്തോടും യോജിച്ചില്ല. സോഷ്യലിസത്തെ സാമ്പത്തിക നയം മാത്രമായി ചുരുക്കി വ്യാഖ്യാനിക്കാനാവില്ലെന്ന അവസര സമത്വമുള്ള ക്ഷേമരാഷ്ട്രീയത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നതെന്നും കോടതി വ്യക്തമാക്കി. BJPയിൽ പൊട്ടിത്തെറി എന്ന വാർത്തയ്ക്കിടം നൽകുന്നു മാതൃഭൂമി. അന്തമാനിനടുത്ത് വൻ മയക്കുമരുന്ന് വേട്ട, 6 ടൺ പിടികൂടി. കണക്കുകൂട്ടലുകൾ തെറ്റി സാറേ, SI ടെസ്റ്റ് കായികക്ഷമതാ പരീക്ഷയിൽ വർഷങ്ങളായി പിഴവ് തിരുത്തുമെന്ന് സർക്കാർ. കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടർ തിരഞ്ഞെടുപ്പിലുള്ള കായികക്ഷമതാ പരീക്ഷണത്തിലെ മാനദണ്ഡങ്ങളിൽ പിഴവ്. ദേശീയ തലത്തിൽ അടിയിൽ പറയുന്ന സ്റ്റാൻഡേർഡിനെ മീറ്ററിലേക്കുള്ള സെന്റിമീറ്ററിലേക്കും മാറ്റിയപ്പോഴാണ് പിഴവ് പറ്റിയത്. വർഷങ്ങളായി ഈ പിഴവ് തുടരുകയായിരുന്നു. 1 കോടി രൂപയും 300 പവനും കവർന്നു എന്ന വാർത്തയ്ക്കും ഇടമുണ്ട് മാതൃഭൂമിയിൽ. വല്ലാത്ത പരീക്ഷണം തന്നെ എന്ന തലക്കെട്ടോടുകൂടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ സയൻസ് ലാബുകളിൽ രാസവസ്തുക്കളില്ലാത്തതിനാൽ പരീക്ഷണങ്ങൾ പ്രതിസന്ധിയിൽ. പലയിടത്തും പഠനാവശ്യത്തിനുള്ള രാസവസ്തുക്കൾ വാങ്ങിയിട്ട് 2 വർഷമായി. PTI ഫണ്ട് കുറവായതും തദ്ദേശ സ്ഥാപനങ്ങൾ സഹായിക്കാത്തതുമാണ് കാരണം. കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ മുഖ്യമന്ത്രി ഓന്തിനെ പോലെ നിറം മാറിയെന്ന് VD സതീശന്റെ വാദം. ഭാഗ്യം സന്ദീപിനെ പോലെയല്ല എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ദേശാഭിമാനി എന്ന പ്രാധാന്യമേറെ നൽകിയിട്ടുള്ളത് സുരേന്ദ്രനെതിരെ പടയൊരുക്കം, BJPയിൽ കൂട്ടയടി എന്നുള്ള വാർത്തയ്ക്കാണ് ഒരു കാർട്ടൂണൊക്കെ നൽകിയിട്ടുണ്ട്. മോശം പ്രതിപക്ഷ പാർട്ടികളെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് മോദി. മോശം പാർട്ടിയെ തിരിച്ചറിഞ്ഞു വന്ന ജനങ്ങളായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. സമ്പൽ വെടിവെപ്പിൽ മരണം 5 എന്നുള്ള വാർത്തയ്ക്ക് ദേശാഭിമാനി ഇടം നൽകുന്നു. സോഷ്യലിസം മതനിരപേക്ഷത ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം എന്നുള്ളത് പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനി. ഉറുഗ്വേയിൽ ഭരണം പിടിച്ച ഇടതുപക്ഷം. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യത്തിന് മിന്നും ജയം എന്നുള്ള വാർത്തയ്ക്ക് ഇടം നൽകുന്നു. വളപട്ടണത്തെ കവർച്ച അന്വേഷിക്കാൻ പ്രത്യേക സംഘം, നഷ്ടമായത് 1 കോടി 300 പവനും എന്ന വാർത്തയ്ക്കിടമുണ്ട്. സഹകരണ മേഖലയിലെ നിക്ഷേപത്തിന് പൂർണ്ണ ഗ്യാരണ്ടി. സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾ പൂർണ്ണമായും ഭദ്രമായിരിക്കുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടി ആവർത്തിച്ചുറപ്പിച്ച് വ്യക്തമാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓസീസിനെ തകർത്ത ഇന്ത്യ. ഓസ്ട്രേലിയയിലെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് മിന്നുന്ന വിജയം എന്ന വാർത്തയ്ക്കും ദേശാഭിമാനിയിൽ ഇടമുണ്ട്. നാളത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.